ഹായ് ഫ്രണ്ട്സ്, ന്യൂ SCERT സ്റ്റാൻഡേർഡ് 8-ലെ ബ്രിട്ടീഷ് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവര് അത് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അവിടെ ആ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് പുതിയ ഭാഗത്തേക്ക് വരാം. കണ്ടോ, ബ്രിട്ടീഷുകാര് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്ത്യക്കാരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഭൂനികുതി വ്യവസ്ഥകളൊക്കെ കൊണ്ടുവന്നു. അതിൽ തന്നെ നമ്മൾ 3 ഡിഫറെന്റ് ആയിട്ടുള്ള നികുതികളെ കുറിച്ച് പഠിച്ചു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട് വാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം എന്നിങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, പോർച്ചുഗീസുകാർ മുതൽ ഫ്രഞ്ചുകാർ വരെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളും അവരെങ്ങനെയാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളും നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള അനൈക്യത്തിന്റെ കാരണങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചപ്പോൾ ആ ജനങ്ങൾ ഒറ്റക്കെട്ടായി എങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് സംഘടിതമായിട്ടല്ലെങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് അവരുടെ വ്യൂ പോയിന്റ്സ് ഒക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ആനന്ദമഠം എന്ന നോവലിലെ കുറച്ച് വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ബംഗാളി നോവലാണ്. ഇത് PSCയുടെ മുൻവർഷ ചോദ്യമാണ് കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി നോവൽ. ആനന്ദമഠം എന്നത് ഏതാണ്? ബംഗാളി ഭാഷയിലുള്ള നോവലാണ്. ബംഗാളി ഭാഷയിലുള്ള ഈ ഒരു നോവൽ വിഭാഗത്തിൽ വരുന്ന കൃതിയാണ്. ഓർത്തു വെച്ചേക്കണം. ആരാണ് വ്യക്തി? ബങ്കിം ചന്ദ്ര ചാറ്റർജി. PYQ ആണ്. ആനന്ദമഠം എഴുതിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ആനന്ദമഠത്തിന്റെ ഭാഷ ഏതാന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഈ നോവലില് ബംഗാളിലെ ജനങ്ങളുടെ ദുരിതത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമുക്ക് മുകളിൽ തന്നിരിക്കുന്നത്. വായിച്ചിട്ട് വരാം, നോക്കാം. 1773 ഒരു വേനൽക്കാലം. ബംഗാളിലെ പദചിഹ്നം എന്ന ഗ്രാമം. മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി വന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കന്നുകാലികളെ വിറ്റു, കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു, വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു നൽകേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയായി. എലികളെയും പൂച്ചകളെയും നായകളെയും കൊന്നുതിന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞു നാറി. ഓക്കെ, അപ്പോൾ ബംഗാളിലെ ആ ഒരു കർഷകരുടെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില നമുക്ക് വ്യക്തമാവുന്നത്, അല്ലെ? ഇനി നോക്കിയേ, അങ്ങനെ ബംഗാളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയതായിട്ട് പറയുന്നില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കണ്ടോ എങ്ങനെയാണ് ജനങ്ങൾക്കുള്ളിൽ ബ്രിട്ടീഷുകാരോടുള്ള അരിശം പൂണ്ടുവന്നതെന്നുള്ളത്. ആദ്യമൊന്നും അവര് ഒന്നും എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞില്ല, അല്ലെ? പിന്നീട് ഇത്രയും കഷ്ടപ്പാട് വന്നപ്പോൾ തീർച്ചയായിട്ടും തിരിഞ്ഞവര് കൊത്താനായിട്ട് തുടങ്ങി. അപ്പോ കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയുണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്ന് അറിയപ്പെട്ടു. സന്യാസി കലാപങ്ങൾ. ഇപ്പൊ ബംഗാളിലെ സന്യാസി കലാപങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നുണ്ട്. സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. എന്ത് സംഭവിച്ചു? ഓക്കെ, ഭവാനി പതക്ക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ഇവിടെ നോക്കിയേ, ഭവാനി പതക്ക്, അതുപോലെ മജ്നു ഷാ എന്നിവരാണ്
സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം കൊടുത്തത്? അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഭവാനി പതക്കും അതുപോലെ മജ്നു ഷായും ഏത് കലാപത്തിനാണ്? സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വങ്ങളാണ്. അപ്പോ എന്തൊക്കെയാണ് നമ്മളിപ്പോ ഈ ഭാഗത്ത് പറഞ്ഞത്? ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്ത് പറഞ്ഞ പോയിന്റുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ബംഗാളിൽ ഉണ്ടായിട്ടുള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു നടപടിയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ബംഗാളിലെ ജനങ്ങള് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. അവർക്ക് അല്ലെ ആ കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സന്യാസി കലാപം എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫക്കീർമാരും ഇതിന് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം? സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കാം. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളുടെ പേരാണ് നമ്മളൊന്ന് ഓർത്തു വെക്കേണ്ടത്. ആരൊക്കെയായിരുന്നു? ഭവാനി പതക്ക്, മജ്നു ഷാ. ഭവാനി പതക്കും മജ്നു ഷായുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇനി ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു ബോക്സ് വായിച്ചതില്ലേ, ഞാൻ പറയാൻ വിട്ടുപോയതാ. പദച്ചിഹ്നം എന്ന ഗ്രാമം, പദച്ചിഹ്നം എന്ന ഗ്രാമം ബംഗാളിലെ ഒരു ഗ്രാമമാണ് കേട്ടോ. ബംഗാളിലെ ഒരു ഗ്രാമമാണ് പദച്ചിഹ്നം. ആനന്ദമഠത്തിൽ പരാമർശിക്കുന്ന ബംഗാളിലെ ഗ്രാമം ഏത്? ചോദിക്കാം. പദച്ചിഹ്നമാണ്, പദച്ചിഹ്നം. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു വർഷം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആനന്ദമഠം നോവൽ എഴുതിയിട്ടുള്ള വർഷം 1882 കേട്ടോ. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. അപ്പോ ഇതിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വന്ദേ മാതരത്തെ കുറിച്ച് ഇവിടെ പഠിക്കാൻ തന്നിരിക്കുന്നത്. നോക്കിയേ, 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഇനി നോക്കിയേ, ഇനി ഒരു ന്യൂ പോയിന്റ് ഓൾഡ് എസ്ഇആർടിയിൽ ഇല്ല, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് ഈ ഒരു നോവലില്, ആനന്ദമഠം എന്ന നോവലില് ഈ ഒരു വന്ദേ മാതരത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന രീതിയിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കണം. ഓക്കെ, സന്യാസി ഫക്കീർ കലാപത്തിന്റെ നേതാക്കൾ ആരൊക്കെയാന്ന് നമ്മൾ പറഞ്ഞത്? ഭവാനി പതക്ക്, മജ്നു ഷാ. ഇതൊക്കെ പുതിയ പോയിന്റുകളാണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, സന്യാസിമാരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ബംഗാളിൽ കർഷകർ കമ്പനിക്കെതിരെ കലാപങ്ങൾ നടത്തിയത്. അതുകൊണ്ട് ഈ കലാപങ്ങൾ സന്യാസി കലാപം എന്ന് പറയുന്നു. പിന്നെ ഹിന്ദു സന്യാസിമാരോടൊപ്പം മുസ്ലിം ഫക്കീർമാരും കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ സന്യാസി ഫക്കീർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹിന്ദുക്കളുടെയും മുസ്ലിംസിന്റെയും സപ്പോർട്ടോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള കലാപമാണ് സന്യാസി ഫക്കീർ കലാപം. അപ്പൊ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് ഭവാനി പതക്ക്. അദ്ദേഹം ഒരു സന്യാസിയും അതുപോലെ മജ്നു ഷാ എന്ന് പറയുന്നത് ഒരു ഫക്കീറുമാണ് കേട്ടോ. ഇനി അടുത്തത് കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്, ആ ഭാഗം നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. ബംഗാളിലെ നീലം കർഷക കലാപം വർഷം 1859. 1859 ബംഗാളിലെ നീലം കർഷക കലാപം. നീലം കർഷക കലാപം. ബ്രിട്ടീഷുകാരായിട്ടുള്ള തോട്ടക്കാര് ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്നാണ് ഈ ഒരു നീലം ലഭിക്കുന്നത്. അപ്പൊ ആ നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബംഗാളിലെ നീലം കർഷക കലാപത്തിലേക്ക് നയിക്കാനിടയായിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? ഈ അവരുടെ നെൽപ്പാടങ്ങളിൽ അല്ലെ അവര് കൃഷി കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ആ ഒരു പാടങ്ങളിലൊക്കെ ഈ അമരിച്ചെടിയിൽ നിന്നാണ് നീലം എന്ന് പറഞ്ഞാല് തുണി മുക്കിയെടുക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്ന നമ്മൾ ഇന്നിപ്പോ പെയിന്റ് ഒക്കെ ചെയ്യുന്നില്ലേ, അപ്പൊ അത് ഡൈ ചെയ്യുന്നില്ലേ, ആ ഡൈക്ക് പകരം ഈ ഡ്രസ്സിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീലമാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അത് അമരിച്ചെടിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ അവർക്ക് ഈ കർഷകർക്ക് അവരുടെ ഫീൽഡിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അമരിച്ചെടി എന്ത് ചെയ്യും? കർഷകർക്ക് കൊടുക്കും. ആര് കൊടുക്കും? ബ്രിട്ടീഷുകാർ കൊടുക്കും.
അപ്പൊ ഈ അമരിച്ചെടിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന നീലം ഇത് വിൽക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പാവപ്പെട്ട കർഷകർക്ക് അവർ തുച്ഛമായിട്ടുള്ള വില മാത്രമാണ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അല്ലെ അത് ആ ഒരു എമൗണ്ട് കൊണ്ട് സാധിച്ചെടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. കൂടാതെ അമിതമായിട്ടുള്ള നികുതിയും ഒക്കെ അവർ കൊടുക്കേണ്ടി വന്നു. പിന്നെ നോക്കിയേ, കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടു കൂടിയിട്ട് നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞ് ദാരിദ്ര്യം വർദ്ധിച്ചു. മറ്റ് വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നീലം കർഷകര് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇഷ്യൂ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കർഷക കലാപം, നീലം കർഷക കലാപത്തിന് കാരണമായിട്ടുള്ള ഹേതുവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ വർഷം നോക്കുക, നീലം കർഷക കലാപം 1859 ബംഗാളിലാണ് നടന്നത്. ഇപ്പൊ ഈ അമരിച്ചെടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കർഷകർക്ക് കൊടുക്കുന്നു. എന്നിട്ട് തുച്ഛമായ വിലയ്ക്ക് അവർ ആ നീലം വാങ്ങുന്നു കർഷകരുടെ അടുത്തുനിന്ന്. അപ്പൊ കർഷകർക്ക് ഇത് കാരണം അപ്പൊ അവരുടെ ഫീൽഡിലല്ലേ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളൊന്നും ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിച്ചു. പിന്നെ അവർക്ക് കിട്ടുന്നതാകട്ടെ തുച്ഛമായിട്ടുള്ള പൈസയുമാണ്. അപ്പൊ അവരെ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. ഇത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഈ ഡൈക്ക് പകരം അല്ലെങ്കിൽ നീലത്തിന് പകരം കൃത്രിമമായിട്ടുള്ള ചായങ്ങളൊക്കെ, കൃത്രിമമായിട്ടുള്ള ഡൈസ് ഒക്കെ കണ്ടെത്തിയോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് ഈ നീലം വേണ്ടാതാവുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം പ്രക്ഷോഭത്തിലേക്ക് വഴിതെളിച്ച കാര്യങ്ങളാണ്. ഇനി ഇവിടെ 2-3 പേരും കൂടി പറയുന്നുണ്ട്. ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി അങ്ങനെ ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ബംഗാളിലുടനീളം ഇങ്ങനെ കലാപം വ്യാപിച്ചതോട് കൂടിയിട്ട് കർഷകർ നീലം കൃഷി ഉപേക്ഷിക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ നീലം ഫാക്ടറികളൊക്കെ ആക്രമിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ബ്രിട്ടീഷുകാർ അവരുടെ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ ഈ ഒരു നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. ഇനി എന്താണ്? ഇനിയോട് മറ്റൊരു പോയിന്റ് നിങ്ങളൊന്ന് എഴുതി ചേർക്കാനുള്ളൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് പറയാം. എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, PSC മുൻവർഷ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. നീൽ ദർപ്പൺ ഇതൊരു നാടകമാണ്. നീൽ ദർപ്പൺ എന്നുള്ളത് ഒരു നാടകമാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി ദീനബന്ധു മിത്ര അവതരിപ്പിച്ച നാടകമാണ് നീൽ ദർപ്പൺ. PYQ ആണ് കേട്ടോ. എന്താണ്? നീലം കലാപം. ബംഗാളിലെ നീലം കലാപത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. 1860 കേട്ടോ. 1860 ഇങ്ങനൊരു നാടകം വരുന്നത്. അതുകൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സന്താളുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സന്താളുകൾ പ്രകടിപ്പിച്ചത്. നോക്കാം. എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡന വിധേയരാവുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സന്താളുകൾ മറുപടി നൽകി. അവസാനം വെടി നിർത്തി കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തന്റെ മഴുകൊണ്ട് അയാളെ വെട്ടിവീഴ്ത്തി. ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിൽ നിന്ന്. അപ്പൊ സന്താൾ ഗോത്ര ജനതയുടെ ധീരതയെ കാണിക്കുന്ന കുറച്ച് വരികളാണ് മുകളിൽ തന്നിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലേക്ക് കുടിയേറിപ്പാർത്ത ഗോത്രജന വിഭാഗക്കാരാണ് ഇവർ. ആരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? സന്താൾ വ്യക്തികളെ കുറിച്ചാണ്. സന്താൾ വിഭാഗത്തിൽപ്പെട്ട, സാന്താൾന്നോ ഒക്കെ പറയാം. സാന്താൾ കലാപത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സാന്താളിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലേക്ക് കുടിയേറിപ്പാർത്ത ഗോത്രജന വിഭാഗമാണിവർ. ഇപ്പൊ ഗോത്രജന വിഭാഗമാണ്.
കഴിഞ്ഞ ദിവസത്തെ പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ കുറിച്യ കലാപത്തെ കുറിച്ച് പഠിച്ചു. ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപമായിരുന്നു കുറിച്യ കലാപം എന്ന് പഠിച്ചു. അപ്പൊ അത് ഒരു ഗോത്രജന വിഭാഗത്തിന്റെ കലാപമാണ്. അതുപോലെ ഇന്ത്യയിലെ രാജ്മഹൽ കുന്നുകളിൽ കുടിയേറി പാർത്ത ഗോത്രജന വിഭാഗമായിട്ടുള്ള സാന്താൾമാർ നടത്തിയ കലാപത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ഭൂ ഉടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടം കുറിച്ചു. അപ്പോ 1855 സാന്താൾ കലാപത്തിന് തുടക്കം. 1855 സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകൾ. രാജ്മഹൽ കുന്നുകൾ എവിടെയാണ്? ബംഗാൾ പ്രവിശ്യ. ബംഗാൾ പ്രവിശ്യ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ ഗോത്ര നേതാക്കൾ ആരൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഈ ഉൽ ഗുലാൻ പ്രസ്ഥാനത്തെ കുറിച്ചും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിധോവിനെയും കാൻഹുവിനെയും, അപ്പൊ റാങ്ക് ഫയലുകളിലൊക്കെ ചിലപ്പോൾ സിദ്ധു കാൻഹു എന്നാണ് കാണാറ്. ഓക്കെ, ഇങ്ങനെ കാണാറുണ്ട്, സിദ്ധു കാൻഹു എന്ന് കാണാറുണ്ട്. ഓക്കെ, അപ്പോ ഈ SCERT പുസ്തകത്തിൽ സിധോവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ പഠിച്ചേക്കാം. ഓക്കെ, അപ്പോ ഒരുപാട് പോയിന്റ്സ് ആയി നമ്മൾ പറയുന്നു. സാന്താൾ കലാപം 1855 സ്റ്റാർട്ട് ചെയ്തു. ബംഗാൾ പ്രവിശ്യയിലായിരുന്നു. രാജ്മഹൽ കുന്നുകളിലാണ് അരങ്ങേറിയത്. നേതാക്കളെ പറഞ്ഞു. ആരൊക്കെയാണ്? സിധോവും പിന്നെ ആരാ? കാൻഹു. സിധോവ്, കാൻഹു. ഇതൊരു എന്താണ്? ഗോത്ര കലാപമാണ്. ഗോത്ര കലാപം. മറ്റൊരു ഗോത്ര കലാപമാണ് മുണ്ടാ കലാപം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഇനി അടുത്തത് ഉൽ ഗുലാൻ. ഈ ഉൽ ഗുലാൻ പ്രസ്ഥാനത്തെ കുറിച്ച് PSC മുൻവർഷ ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം. സാന്താൾ കലാപം പോലെ ഉൽ ഗുലാൻ, ഗ്രേറ്റ് ടമൽറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്രജനങ്ങളുടെ കലാപങ്ങൾ ഉണ്ടായി. 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽ ഗുലാൻ. ഉൽ ഗുലാൻ പ്രസ്ഥാനത്തെയാണ് എന്ത് പറയുന്നത്? മുണ്ടാ കലാപം എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ഇപ്പൊ ഉൽ ഗുലാൻ പ്രസ്ഥാനത്തെയാണ് എന്ത് പറയുന്നത്? മുണ്ടാ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽ ഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ എവിടെയാണ് മുണ്ടാ കലാപം അല്ലെങ്കിൽ ഉൽ ഗുലാൻ കലാപം നടന്നത്? ജാർഖണ്ഡിലെ മുണ്ടാ ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ടാ രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് ഈ ഒരു കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോ 19ാം നൂറ്റാണ്ട് 19th സെഞ്ചുറിയില് എന്താണ്? ഉൽ ഗുലാൻ പ്രസ്ഥാനം. ഉൽ ഗുലാൻ. ഓക്കെ, ഉൽ ഗുലാൻ കലാപം. ഓക്കെ, ഉൽ ഗുലാൻ കലാപത്തിന്റെ മറ്റൊരു പേരാണ് മുണ്ടാ കലാപം. നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബിർസ മുണ്ട. ഒരു ഗോത്ര നേതാവായിരുന്നു ഇദ്ദേഹം. അല്ലെ, വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഇത് എവിടെയാണ്? ജാർഖണ്ഡ്. ഇന്നത്തെ ജാർഖണ്ഡിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഇനി ഈ കലാപത്തിന്റെ കാരണങ്ങൾ ആദ്യം നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ബിർസ മുണ്ടയെ കുറിച്ച് പഠിക്കാം. മുണ്ടാ കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെ നോക്കി. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം, ഇതൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളെ ഈ ഒരു കലാപത്തിലേക്ക് നയിച്ചത്. ഓക്കെ, ഇനി 1899 മുണ്ടാ ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. 1899 വർഷം.
മറ്റേ നമ്മള് സാന്താൾ കലാപം പറഞ്ഞതിന്റെ വർഷം ഏതായിരുന്നു? 1855 ഇവിടെ വർഷം പഠിക്കാൻ എളുപ്പമുണ്ട്. 1855 അത് സാന്താൾ കലാപം. 1899 അത് മുണ്ടാ കലാപം. ഓക്കെ. നമ്മൾ ഈ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോഴേ എന്താ പറയാ, ഇപ്പൊ 999 അത്ര രൂപ അങ്ങനെയല്ലേ കൊടുക്കാറുള്ളത്. അപ്പൊ അതുപോലെ ആലോചിച്ച് വെക്കാം. മുണ്ടിന് 899 രൂപ എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെക്കാം കേട്ടോ. ഓക്കെ. സാന്താൾ കലാപം 1855 ഓക്കെ. ഇനി ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ടാ ഗോത്ര വിഭാഗങ്ങൾ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ടാ കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഇനി ബിർസ മുണ്ടയുടെ ജന്മദിനമായിട്ടുള്ള നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസായിട്ട് ആചരിക്കുന്നുണ്ട്. ബിർസ മുണ്ടയുടെ ജന്മദിനമാണ് നവംബർ 15. ജൻജാതീയ ഗൗരവ് ദിവസ്. ജൻജാതീയ ഗൗരവ് ദിവസായിട്ട് അല്ലെങ്കിൽ ഗോത്ര അഭിമാന ദിനം എന്നാണ് പറയുന്നത്. ജൻജാതീയ ഗൗരവ ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനം നവംബർ 15, 2021 മുതലാണ് ബിർസ മുണ്ടയുടെ ജന്മദിനമായിട്ടുള്ള നവംബർ 15 ജൻജാതീയ ഗൗരവ ദിവസമായിട്ട് ഇന്ത്യയിൽ ആചരിച്ച് പോരുന്നത്. അടുത്തത്, ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേവ് പഹലെ ഗാന്ധി. ഇതൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. ബിർസ മുണ്ടയെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. 2 കൃതികളെ കുറിച്ച് ബിർസ മുണ്ടയുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. ഇനി നോക്കിയേ, നമ്മൾ ഇന്നലെ പറഞ്ഞ കലാപങ്ങളുടെ കാര്യങ്ങൾ. കുറിച്യർ കലാപം, പഹാരിയ കലാപം, കണ്ടോ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള കലാപങ്ങളാണ് ഗോത്ര കലാപങ്ങൾ. കുറിച്യർ കലാപം എവിടെയാ നടന്നത്? കുറിച്യർ കലാപം വയനാട്ടിൽ നടന്നു അല്ലെ, വയനാട്. ഇനി അടുത്തത് പഹാരിയ കലാപം. പഹാരിയ കലാപം രാജ്മഹൽ കുന്നുകളിലാണ് നടന്നത്. രാജ്മഹൽ കുന്നുകൾ. കോൾ പ്രക്ഷോഭം അല്ലെ, കോൾ പ്രക്ഷോഭം നടന്നത് ചോട്ടാ നാഗ്പൂർ ജാർഖണ്ഡിലാണ് കേട്ടോ, ജാർഖണ്ഡ്. ഭീൽ കലാപം നടന്നത്, അതായത് ഖണ്ഡേഷ് പ്രദേശ് എന്നായിരിക്കും SCERT പാഠപുസ്തകങ്ങളിൽ ഉണ്ടാവുക, മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ ഖണ്ഡേഷ് പ്രദേശങ്ങളില്, പിന്നെ ഗുജറാത്തില്, രാജസ്ഥാനിലൊക്കെയാണ് ഭീൽ കലാപം നടന്നത്. ഇനി അടുത്തത് ഖാസി കലാപം. മേഘാലയയിലാണ് ഖാസി കലാപം നടന്നത്, മേഘാലയ. ഓക്കെ. ഇത് കൂടാതെ കോലി കലാപമുണ്ട് മഹാരാഷ്ട്രയില്, ഖോണ്ട് കലാപമുണ്ട് ഒറീസയില്. ഓക്കെ. അപ്പൊ ആ 2 പോയിന്റ്സും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഒന്ന് എഴുതി വെച്ചേക്കാം. കോലി കലാപം നടന്നത് മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്ര. പിന്നെ വരുന്നത് ഖോണ്ട് കലാപം ഒറീസയിലാണ്, ഒറീസ. പിന്നെ ഭീൽ കലാപം നമ്മൾ പറഞ്ഞല്ലോ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കോൾ കലാപം, ഖാസി കലാപം നടന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി അടുത്തത് പോരാട്ടത്തിന്റെ ഗർജനം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. അപ്പൊ പോളിഗറിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പൊ ആരാണ് ഈ പോളിഗർ എന്ന് പറയുന്നത്? തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരാണ്. ഓക്കെ, തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരാണ് പോളിഗർ. തിരുനെൽവേലിയിലെ പാച്ചാലം കുറിച്ചി, ഓക്കെ, തിരുനെൽവേലിയിലെ പാച്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, അതുപോലെ ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള പോരാട്ടങ്ങളിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു കട്ടബൊമ്മന്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചിരുന്നത് പോളിഗർമാരായിരുന്നു.
പാച്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. ഇനി ഇവിടെ വെല്ലൂർ കലാപം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കിയേ, വെല്ലൂർ കലാപം. ഇനി നമുക്ക് അതൊന്ന് വായിക്കാം. നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം PYQ ആണ് കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന് കാരണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് വെല്ലൂർ കലാപത്തിന് കാരണമായത്. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. അപ്പൊ വെല്ലൂർ കലാപത്തിന്റെ വർഷം 1806. ഇതൊക്കെ നമുക്ക് കാലഗണനാക്രമത്തിലാക്കാനൊക്കെ ചോദിക്കാം. SCERT ഇങ്ങനെ എടുത്ത് ബോക്സിൽ കൊടുത്തിരിക്കുകയാണ്. വെല്ലൂർ കലാപം 1806 എന്താണ്? ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് ഈ ഒരു കലാപത്തിലേക്ക് നയിച്ചത്. ഇനി അടുത്തത് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം വർഷം 1871. PSCയുടെ റിപ്പീറ്റിംഗ് PYQ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപം എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. എന്നാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമാണ് ചോദ്യമെങ്കിൽ ഉത്തരം ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ഒന്നാമത്തെ പോയിന്റ്. ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുന്നതും നമ്മുടെ ഇന്ത്യക്കാർക്കിടയിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചതൊക്കെയാണ് ഈ ആറ്റിങ്ങൽ പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷങ്ങളിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുന്നു എന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ ഇതിനെ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗീഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഈ സംഘർഷത്തെ വർഗവർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. ഈ സംഘത്തെ വർഗവർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു. PSC ചോദിക്കുന്ന ചോദ്യമാണ്, സംഘടിത ജനകീയ പ്രക്ഷോഭം ഏതാണ് എന്നുള്ളത്. ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? വെല്ലൂർ കലാപം നടന്ന വർഷം ഏതാണ്? 1806. മനസ്സിലാക്കുക. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോ ആറ്റിങ്ങൽ കലാപത്തിൽ മരണപ്പെട്ട ബ്രിട്ടീഷ് നേതാവാണ് ഗീഫോർഡ്. ഗീഫോർഡിനോടൊപ്പം 140ഓളം ആളുകൾ മരണപ്പെട്ടു. ഇനി സ്ത്രീ മുന്നേറ്റം എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? ഇതുണ്ട്, കണ്ടോ? കിട്ടൂർ റാണി ചെന്നമ്മയുടെ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. കർണാടകയിലെ നാട്ടുരാജ്യമാണ് കിട്ടൂർ എന്ന് പറയുന്നത്. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടുകൂടി കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്ര ദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. നോക്കുക, ശിവലിംഗ രുദ്ര ദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരിയായിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം, ഇദ്ദേഹം മരണപ്പെട്ടപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാനായി തീരുമാനിച്ചു. അപ്പോ ആൺകുട്ടിയെ ദത്തെടുത്താൽ രാജ്യം എന്ത് ചെയ്യും? ഈ ആൺകുട്ടിക്ക് ആയി പോവല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനെ തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു.
1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ അന്തരിച്ചു. അപ്പൊ സ്ത്രീ മുന്നേറ്റം ഇവിടെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് കിട്ടൂർ റാണി ചെന്നമ്മയെ കുറിച്ചാണ്. കിട്ടൂർ റാണി ചെന്നമ്മ. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അവര് മരിച്ച ഡേറ്റ് കൂടി തന്നിട്ടുണ്ട്. 1829 കേട്ടോ. 1829. അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ, കാർഷിക കലാപങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെയോ ഗോത്ര കലാപങ്ങൾ ഉണ്ടായിരുന്നു. സന്താൾ കലാപം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ഗോത്ര കലാപം എഴുതണം. ഗോത്ര കലാപങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പോളിഗർ കലാപം, അത് ഏതിലാ പറഞ്ഞിരുന്നത്? സൈനിക തലവന്മാരുടെ കലാപമായിരുന്നു അല്ലെ? സൈനിക തലവന്മാരുടെ കലാപം. സൈനിക തലവന്മാരുടെ കലാപം. അതുപോലെ കിട്ടൂർ കലാപം എന്താണ്? വനിതാ കലാപത്തിൽ വരുന്നതാ. വനിതാ കലാപം. അപ്പൊ നോക്കിയേ, ബ്രിട്ടീഷുകാർക്കെതിരെ ആരൊക്കെയാണ് ബ്രിട്ടീഷ് വിരുദ്ധമായിട്ട് വന്നത്? കാർഷിക കലാപങ്ങൾ, കർഷകര്, ഗോത്ര ജനത, സൈനിക തലവന്മാർ, വനിതകള്, പിന്നെ ജനകീയ കലാപം. ജനകീയ കലാപത്തിന്റെ അണ്ടറിൽ നമുക്ക് ആറ്റിങ്ങൽ കലാപം എഴുതാം. എന്താണ് ജനകീയ കലാപം എന്ന് പറയാൻ കാരണം? ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ. എന്താണ് ജനകീയ കലാപം എന്ന് പറയാനായിട്ടുള്ള കാരണം? ഇവിടെ നമ്മൾ കണ്ടോ, ഇവിടെ പറഞ്ഞു എന്താണ്? ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഇവിടെ ആറ്റിങ്ങൽ കലാപത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ പോയി ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു. വർഗ വർണ്ണ ജാതിമത വ്യത്യാസമില്ലാതെ, വർഗ വർണ്ണ ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു എന്ന് പറഞ്ഞു ഗീഫോർഡിനെയും സംഘത്തെയും. അതുകൊണ്ടാണ് അതിന് ജനകീയ കലാപം എന്ന് പറയുന്നത്. സംഘടിത ജനകീയ കലാപം. ഓക്കെ, ഇനി കാർഷിക കലാപമായിട്ട് സന്യാസി ഫക്കീർ കലാപം നമുക്ക് പറയാം. അതുപോലെ വേറെ ഒന്നുണ്ടായിരുന്നല്ലോ, ഏതാണ്? നീലം കലാപം. നീലം കലാപം. ഗോത്ര ജനതയുടെ കലാപങ്ങൾ ഏതൊക്കെയാണ്? സന്താൾ കലാപമുണ്ട്. അതുപോലെ മുണ്ടാ കലാപം അല്ലെങ്കിൽ ഉൽഗുലാൻ കലാപം. മുണ്ടാ കലാപം. ഇനി സൈനികന്മാരുടെയാണ് പോളിഗർ കലാപം. പിന്നെ വനിതാ കലാപം, കിട്ടൂർ കലാപം പറയുന്നുണ്ട്. കിട്ടൂർ ചെന്നമ്മയുടെ നേതൃത്വത്തിൽ നടന്നത്. പിന്നെ ജനകീയ കലാപമായിട്ട് ആറ്റിങ്ങൽ കലാപം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ് എന്നതാണ്. അതായത് 1857 കലാപങ്ങൾ മുതലാണ് ഈ ഭാഗത്ത് പറയുന്നത്. 1857 കലാപം, എന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോ അത് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പാർട്ട് 3 ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ നമ്മുടെ പെയ്ഡ് ക്ലാസിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. മെയ് 31 വരെയാണ് നമ്മുടെ അഡ്മിഷൻ. മെയ് 31 അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതാണ്. വെറും 777 രൂപയാണ് LP UPയുടെ എക്സാം വരെ വാലിഡിറ്റി ഉള്ള ഈ ഒരു കോഴ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അത് ഫുൾ എമൗണ്ട് ആണ് കേട്ടോ. പിന്നെ വരുന്നത്, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ @ചിത്ര സജീഷ് 4 എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ്, എക്സാം വോയേജിന്റെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ പാർട്ട് 3 വീഡിയോ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. അപ്പൊ ക്ലാസ്സുകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.